സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് എവിടെയായിരുന്നു? ഈ ഒരു പി എം എം സി മീറ്ററിന്റെ വേരിയസ് പാർട്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്, അതായത് നമ്മൾ പഠിച്ചതും ഇതും വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ അതിൽ പറയാൻ വിട്ടുപോയത്, അതായത് നിങ്ങൾക്ക് ഈ ഇമേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പ്രിങ് ഇരിക്കുന്നത്. ഏറ്റവും ടോപ്പിലുള്ള ഒരു സ്പ്രിങ്, ഇതേപോലൊരു സ്പ്രിങ് താഴെയും കാണും. ഓക്കെ, സോ ഇത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട, ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇപ്പൊ പി എം എം സി ഇൻസ്ട്രുമെന്റ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഫിഗർ എങ്ങനെ വരയ്ക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ലുക്ക് ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെ 2 ഡയമെൻഷനിലൂടെ, അതായത് നമുക്ക് പേപ്പറിലോട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പാകത്തിനുള്ളതായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഞാൻ ഇതാ ഇപ്പം കാണിക്കുന്നത്. സി, ഇത് സെയിം അതുപോലെ തന്നെയാണ്. അതായത് പോൾസ് ഉണ്ട്, പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ്. പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ്. ഇത് പോയിന്റർ, ഇത് സ്കെയിൽ. ഈ പച്ചയിൽ ഈ കാണുന്നതാണ് അലുമിനിയം ഫോർമർ അല്ലെങ്കിൽ ഫ്രെയിം. ഇവിടെ സ്പ്രിങ്സ് ഉണ്ട്, മുകളിലും സ്പ്രിങ് ഉണ്ട്. ഈ മഞ്ഞ് ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് കോയിൽ. ഇവിടെയുള്ള ഇതാണ് കോയിൽ. കോയില്. ഇത് ബാലൻസിങ് വെയിറ്റ് WB. ഓക്കെ, സോ നോർത്ത് ടു സൗത്ത് പോൾ വരുന്നു. അപ്പം ഇതിലുള്ള കോയിലിന്റെ നെയിമിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് A, ഇത് B, ഇത് C ആൻഡ് ദിസ് വൺ ഇസ് D. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, സ്പ്രിങ് റൊട്ടേറ്റ് ചെയ്യുന്നു, സ്പ്രിങ് ഒരെണ്ണം വൈൻഡ് ചെയ്യുന്നു, ഒരെണ്ണം അൺവൈൻഡ് ചെയ്യുന്നു, പോയിന്റർ മൂവ് ചെയ്യുന്നു. അപ്പൊ കറക്റ്റ് പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? കൺട്രോളിങ് ടോർക്ക് വിൽ ബി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്ന ഇതിലോട്ട് മാറും. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് ഇതിന്റെ കേസ്. ഇത് നിങ്ങളുടെ നോട്ടിൽ കാണും, ഇതിന്റെ പാർട്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. നോട്ട്സിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ടോർക്ക് ഇക്വേഷൻ. സോ ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ഇത് നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് തന്നെ നോട്ടിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, സോ വിൽ സി വാട്ട് ഈസ് ദ ടോർക്ക് ഇക്വേഷൻ. അതായത് ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കൺട്രോളിങ് ടോർക്ക് എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നത്. സോ വിൽ ഗോ ഫോർ ദാറ്റ് വൺ. സോ ഇതില് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ആ കോയില് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കോയില് മാത്രം. ഓക്കെ, കോയില് മാത്രം ഞാനിത് ദിസ് വൺ ഇസ് കോയിൽ. ഓക്കെ, കോയില് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തു. കോയിലിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഡിയും L എന്ന് പറയുന്നത് ലെങ്ത്തുമായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. സോ D is the height and L is the length. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്? ടോർക്ക്, സോറി, റിമൂവ് ദാറ്റ് വൺ. സോ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ടോർക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. So first we'll define what are the quantities we are considering. Okay, so let B, capital B, the magnetic flux density. അപ്പോൾ നമ്മൾ B കൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആൻഡ് ഹൂസ് യൂണിറ്റ് ഇസ് വെബർ പെർ meter square. Then I is the current flowing through the coil. I is the current flowing through the coil. Then L is the length of the coil. Then D is the depth
of the coil. ഓക്കെ, ഇത് ഇത്രയാണ് ഇതിൻ്റെ വാട്ട് യു കോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോർ എ പി എം എം സി ഇൻസ്ട്രുമെന്റ്, ഫോർ എ പി എം എം സി ഇൻസ്ട്രുമെന്റ് എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് പ്രിൻസിപ്പിൾ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ഈ ഫ്രെയിമിൽ ഞാൻ നമ്മൾ പഠിച്ചപ്പം എഴുതിയതുപോലെ ഞാൻ ഈ ഫ്രെയിമിനെ നെയിം ചെയ്യുകയാണ്. എ ബി സി ആൻഡ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, what do you call the naming of the coil. Okay, so working principle എന്ന് പറയുന്നത് it is based on Lorentz force. Okay, so നമുക്ക് ലോറൻസ് ഫോഴ്സ് പ്രകാരം so according to Lorentz force, F is equal to B into I into L into sin theta. Okay, sin theta. അപ്പോൾ എ ബി എന്ന് പറയുന്ന പാർട്ട്, ആ കോയിലിന്റെ എ ബി എന്ന് പറയുന്ന പാർട്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ഫോർ എ ബി ആൻഡ് CD, theta is equal to 90 degree. Therefore, force is equal to BIL sin 90 degree. That is equal to BIL Newton. Force is the unit Newton. So BI force ആണ്. So ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? Force experienced by a conductor. ഒരു കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ലോറൻസ് ലോ തരുന്നത്. ഓർമ്മയില്ലേ നമ്മൾ ലോറൻസ് ലോ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ ഒരു കണ്ടക്ടറാണ് എടുത്തത്. സോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് BIL sin theta. സോ അതാണ് നമുക്ക് ഇവിടെ BIL എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ PMMC ഇൻസ്ട്രുമെന്റ് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു കോയിൽ എന്നാണ് പറഞ്ഞത് അല്ലെ? ഒരു കോയിൽ എന്ന് പറയുമ്പം n നമ്പർ ഓഫ് ഇത് കാണും, n നമ്പർ ഓഫ് ടേൺസ് കാണും. ഓക്കെ, സോ n നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ചേരുന്നതാണ് ഒരു കോയിൽ. ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ടേൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് BIL എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർ എ കോയിൽ ഫോഴ്സ് എന്തായിരിക്കും? അതായത് ഒരു കോയിൽ എന്ന് പറയുമ്പോൾ n നമ്പർ ഓഫ് ടേൺസ് കാണും. സോ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോയിൽ is equal to n into force experienced by a conductor. So n into force experienced by a conductor എന്താണ്? BIL. So BIL. Okay, so force experienced by a coil is given by അല്ലെങ്കിൽ കോയിൽ സൈഡ്, കോയിലിന്റെ ഒരു സൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന AB എന്ന് പറയുന്ന ഒരു സൈഡ് അല്ലെങ്കിൽ CD എന്ന് പറയുന്ന ഒരു സൈഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? N into B into I into L. ഓക്കെ, അപ്പോൾ നമുക്ക് അതായി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അതിന് മുമ്പായിട്ട് ഇതാണല്ലോ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ കോയിൽ എന്ന് പറയുന്നത് അല്ലേ? സോ ഈ കോയിലില് ഇവിടെയാണ് ഇതിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഈ ഫോഴ്സിൽ നിന്ന് റെഫറൻസ് ആക്സിസിൽ
ഇതിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഡി. ഇതിന്റെ റെഫറൻസ് ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആണ്. ഇതിന്റെ നേര് പകുതി ആണല്ലോ. സോ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഫോഴ്സ് അറിയാം, ഇനി അടുത്ത് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. സോ ടോർക്ക്, നമ്മളെ ഇക്വേഷൻ, നമ്മളെ ഇതിന്റെ ടോപ്പിക്ക് തന്നെ ടോർക്ക് ഇക്വേഷൻ എന്നായിരുന്നല്ലോ. സോ ടോർക്ക് ഈസ്, ടോർക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ നമ്മുടെ ആ കോയില് ഇങ്ങനെയുള്ള ഒരു കോയിലായിരുന്നല്ലോ. സോ എ, ബി, സി ആൻഡ് ഡി, അതായിരുന്നല്ലോ ഫോഴ്സ്. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പൊയ്ക്കൊണ്ടിരുന്നത് ആണല്ലോ. അപ്പൊ ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് ഈ ടോട്ടൽ ഇതെന്ന് പറയുന്നത് എല്, ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ആണല്ലോ. സോ ഇതിന്റെ ഈ മിഡിൽ പോയിന്റിലായിട്ടായിരുന്നു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതാണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇവിടെ നിന്ന് വരുന്നു, അതിന്റെ പെർപെൻഡിക്കുലർ, ഇത് ഫോഴ്സ് എഫ്, ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? d/2. ഓക്കെ, d/2. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? d/2. ഓക്കെ, സോ therefore torque in section AB is equal to force in section AB into d/2. അപ്പോഴത്തേക്ക് ഫോഴ്സ് ഇൻ സെക്ഷൻ എ ബി, അല്ലെങ്കിൽ ഒരു കോയിൽ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരുന്നു? N ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു d/2. ഇത് ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ. ഓക്കെ, സോ ഇത് എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ, അതുപോലെ അതേ സെയിം പോലെ തന്നെ സി ഡിയിൽ ഒരു ഫോഴ്സ് വരത്തില്ലേ, നമ്മൾ പഠിച്ചതല്ലേ. അപ്പോഴത്തേക്ക് സി ഡിയിൽ വരുന്ന ഫോഴ്സ് എത്രയാണ്? സോ ടോർക്ക് ഇൻ സെക്ഷൻ സി ഡി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ സെക്ഷൻ സി ഡി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും d/2 അല്ലേ. ഇനി സി ഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും എ ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ആണ് ഡിഫറെന്റ് അല്ലെ. സോ സെയിം ഫോഴ്സ് N ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു d/2. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, സോ ദ ടോട്ടൽ ടോർക്ക് experienced by the coil A, B, C, D is equal to torque experienced by side AB plus torque experienced by side CD. Okay, so the total torque is equal to N into B into I into L into d/2 പ്ലസ്, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നുള്ള ഈ പാർട്ട് പ്ലസ് സെക്കൻഡ് ഇക്വേഷന്റെ ഇത് d/2. ഓക്കെ, സോ ഇത് രണ്ടിലും ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? എൻ ബി ഐ എൽ കോമൺ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ കോമൺ എടുത്തു, അകത്തെന്ത് വരും? d/2 പ്ലസ് d/2. അപ്പൊ എന്ത് കിട്ടും? N ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു d/2 പ്ലസ് d/2 എന്ന് പറയുന്നത് d. അതാണ് ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ടോർക്ക് ഇസ് ഗിവൺ ബൈ, ഈ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് ടോർക്കാണ്? ദിസ് ഇസ്
what? This is what? Deflecting torque. അല്ലേ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ലോറൻസ് പ്രിൻസിപ്പിൾ വെച്ച് ജനറേറ്റ് ചെയ്യുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ, മാഗ്നറ്റിക് എഫക്ട് കാരണം. സോ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു ടി. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ ഒരു കോയിലുണ്ട്, ഒരു റെക്ടാങ്കുലർ കോയിലാണെന്ന് വിചാരിക്കുക, എ ബി സി ഡി. ഇതിന്റെ ലെങ്ത് എൽ, ഡെപ്ത് ഡി. ഒരു റെക്ടാങ്കുലറിന്റെ എൽ ഇൻറ്റു ഡി എന്ന് പറയുന്ന ടേം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എന്താണ്? ഏരിയ അല്ലേ? സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ് എൻ ഇൻറ്റു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു ഡി. നമുക്ക് എന്ത് എഴുതാം? എ എന്ന് എഴുതാം. സോ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഇസ് ഈക്വൽ ടു എൻ ബി ഐ എ. ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഐദർ യു ക്യാൻ സേ ഇറ്റ് ആസ് നബി അല്ലെങ്കിൽ ബിന എന്ന് നമുക്ക് ഓർത്തിരിക്കാം. Okay, so this is the equation for deflecting torque of a permanent magnet moving coil instrument. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. സോ ഞാനിത് ഒന്നും കൂടെ താഴോട്ട് എടുത്ത് എഴുതുന്നു. സോ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് equation for a PMMC instrument TD is equal to BINA, BINA, and whose unit is Newton meter. Okay, so ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഫോഴ്സിന്റെ ഇക്വേഷൻ വേണം? നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കായി. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഈസ് ഈക്വൽ ടു ഇത് ഫസ്റ്റ്. ഇനി രണ്ടാമത്തത് നമുക്ക് എന്ത് വേണം? കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് PMMC ഇൻസ്ട്രുമെന്റില് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് PMMC ഇൻസ്ട്രുമെന്റില് കൺട്രോളിംഗ് ടോർക്ക് ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്? സ്പ്രിംഗ് കൺട്രോൾ ആണോ ഗ്രാവിറ്റി കൺട്രോൾ ആണോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്പ്രിംഗ് കൺട്രോൾ ആണല്ലോ. ഞാൻ നിങ്ങൾക്ക് സ്പ്രിംഗ് കൺട്രോൾ പഠിപ്പിച്ചപ്പോഴത്തേക്കും കൺട്രോളിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ പറഞ്ഞു തന്നതാണ്. ടി സി ഇസ് ഈക്വൽ ടു ടി സി അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ അല്ലെ. ഇതിന് നമ്മൾ വീണ്ടും വേണമെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റാൻ വേണ്ടി ടി സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ, വേർ കെ ഈസ് കോൾഡ് ദി സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ്. സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. സോ ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു ടി സി ബൈ തീറ്റ. ഇങ്ങനെ വെച്ചാണ് നമുക്ക്. സോ ടി സിയുടെ യൂണിറ്റ് എന്താണ്? ടി സി എന്ന് പറയുമ്പോൾ കൺട്രോളിംഗ് ടോർക്ക്. ടോർക്കിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. തീറ്റയുടെ യൂണിറ്റ് എന്താണ്? റേഡിയൻസ്. സോ ദ യൂണിറ്റ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K is Newton meter per radian. Newton meter per radian. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോളിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ ആയി ടി സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ. അതുപോലെ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെന്തുണ്ട്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു ബിന. അതും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ടി സി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു തീറ്റ, ടി ഡി ഇസ് ഈക്വൽ ടു ബിന. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചപ്പോഴത്തേക്ക് അതിന്റെ പോയിന്ററിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ്. അതായത് ഇനീഷ്യലി ടി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് മൂവ് ചെയ്ത് ഒരു പോയിന്റിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നു. നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് ആ സർക്യൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് 2 ആംപിയർ ആയിരുന്നു. അപ്പൊ 2 ആംപിയറിൽ വന്ന് പോയിന്റർ സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് ടി സിയും ഒരു സൈഡിൽ നിന്ന് ടി ഡി ഡിഫ്ലക്റ്റിംഗ് ടോർക്കും മറ്റേ സൈഡിൽ നിന്ന്
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ടി സിയും വരുന്നു അല്ലെ, കൺട്രോളിങ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും. അപ്പം ഈ ഫൈനൽ പൊസിഷൻ ഉണ്ടല്ലോ 2 ആംപിയർ എന്ന് പറയുന്നത്, ഈ അതായത് ഏത് വാല്യൂലാണോ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ആ പൊസിഷനെ പറയുന്നതാണ് ഒന്നുകിൽ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം, ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫൈനൽ വാല്യൂ, അതും അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ. സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ, ഇതിൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ ആണ് മോർ ആപ്റ്റ് ടെക്നിക്കൽ ടേം. സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ ആണ് ഏറ്റവും ഉചിതമായ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ. ഓക്കെ, അപ്പോഴത്തേക്കും ഒരു പോയിന്ററിന്റെ കേസ് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ, അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ, സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷൻ the controlling torque will be is equal to deflecting torque ആണല്ലോ. ഈ 2 ആംപിയറിൽ വരുമ്പോഴത്തേക്കും കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് കൺട്രോളിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? K ഇൻറ്റു തീറ്റ. ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ബിന ആണല്ലോ. സോ K ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു BINA. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചുകൂടെ? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തീറ്റ ഇസ് ഈക്വൽ ടു ബിന ബൈ കെ. ബിന ബൈ കെ. ഇതിനെ വേണമെങ്കിൽ ഇതിൽ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കേസ് വരുമ്പം ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അതായത് ചേഞ്ച് ചെയ്യത്തില്ല. ഒരു ഇൻസ്ട്രുമെന്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് അനുസരിച്ചാണ് ബി വരുന്നത്. സോ മാഗ്നറ്റിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റന്റ് ആണ്. ഏരിയ ഓഫ് ദ കോയിലും കോൺസ്റ്റന്റ് ആണ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അത് വേറൊരു കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്. സോ ഈ ബി, എൻ, എ ആൻഡ് കെ ഇസ് എ കോൺസ്റ്റന്റ്. ഇതിൽ വേരിയബിൾ ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? കറണ്ട് ആണ്. ഐ എന്ന് പറയുന്നതാണ് വേരിയബിൾ. ഓക്കെ, കറണ്ട് ആണ് വേരിയബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റിയിലോട്ട് എങ്ങനെ എഴുതാൻ പറ്റും? തീറ്റ ഈസ് ഈക്വൽ ടു or theta is proportional to current, that is angle of deflection. Angle of deflection is proportional to the current flowing through the circuit. Okay, so theta proportional to I. അപ്പോൾ നിങ്ങൾ y proportional to x എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരെന്താ? ഇതെന്ത് ടൈപ്പ് റിലേഷൻ ആണ്? ലീനിയർ റിലേഷൻഷിപ്പ്. അതായത് ഇതിനെ ഈ y പ്രൊപ്പോർഷണൽ ടു എക്സിനെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ്. ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും? ഇവിടെ x, ഇവിടെ y. അതെന്തായിരിക്കും? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന, സീറോയിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിനെയാണ് ലീനിയർ അല്ലെങ്കിൽ ലൈൻ, അതുകൊണ്ടാണ് ലീനിയർ എന്ന് പറയുന്നത്. ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. സോ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് ഒരു PMMC ഇൻസ്ട്രുമെന്റിലെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയില് ലീനിയർ ആൻഡ് യൂണിഫോം ആയിരിക്കും. ലീനിയർ ആൻഡ് യൂണിഫോം ആയിരിക്കും ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ സ്കെയിൽ. അതായത് ഈക്വൽ ഡിവിഷൻ ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് 0 പൊസിഷനും ഇത് 0 to 10 വോൾട്ടിന്റെ ഒരു വോൾട്ട് മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് 5, ഇത് 10. ഇതിന് 0ക്കും 5നും ഇടയ്ക്ക് 5 ഡിവിഷൻ കാണും. അതുപോലെ 5നും 10നും ഇടയ്ക്കും ഈക്വൽ ആയിട്ട് ഡിവിഷൻസ് കാണും. ഈക്വൽ ആയിട്ട് ഒരു രണ്ട് ഡിവിഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഒരു സ്കെയിലിനെ പറയുന്നതാണ് ഒന്നുകിൽ ലീനിയർ സ്കെയിൽ എന്ന് പറയും, അല്ലെങ്കിൽ യൂണിഫോം സ്കെയിൽ എന്ന് പറയും. സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസ് വരുമ്പോഴത്തേക്കും സ്കെയിൽ എന്ന് പറയുന്നത്
ലീനിയർ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. So torque equation, deflecting torque TD is equal to B into I into N into A, where B is the flux density, I is the current, N is the number of turns, and A is the area. B യുടെ യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയർ. I യുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ. N നമ്പർ ഓഫ് ടേൺസ്, അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല, ടേൺസ് തന്നെയാണ്, നമ്പർ ആണ്. ഓക്കെ. A എന്ന് പറയുന്ന ഏരിയ മീറ്റർ സ്ക്വയറിൽ. സോ ടോർക്കിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. കൺട്രോളിംഗ് ടോർക്ക്, കൺട്രോളിംഗ് എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്? സ്പ്രിംഗ് കൺട്രോൾ. സോ TC is equal to K into theta, where K is the spring constant and theta is the angle of deflection. എത്ര ആംഗിളിലാണ് പോയിന്റർ മൂവ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഒരു സ്കെയിലുണ്ട്, ഇവിടെയാണ് ആദ്യം പോയിന്റർ ഇടുന്നത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 ആംപിയറിന്റെ വാല്യൂവിൽ ഇതെത്തി. അപ്പൊ ഈ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. സോ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് എന്താണ്? കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുന്നു. സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ K into theta is equal to B into I into N into A, and from there we get the angle of deflection as BINA divided by K, and theta is in radians. Okay, ഇതാണ് ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, സമ്മറൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും. നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? മാഗ്നറ്റിക് എഫക്റ്റ്, ലോറൻസ് പ്രിൻസിപ്പിൾ. കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയായിരുന്നു? സ്പ്രിംഗ് കൺട്രോൾ. മൂന്നാമതൊരു ടോർക്കില്ലേ എസെൻഷ്യൽ ഫോഴ്സസിൽ അല്ലെ എസെൻഷ്യൽ ടോർക്കിൽ, അതെന്തായിരുന്നു? ഡാമ്പിംഗ് ടോർക്ക് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഡാമ്പിംഗ് ടോർക്ക് നോക്കിയില്ലല്ലോ. സോ ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കും ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിനകത്ത് എങ്ങനെയായിരിക്കും ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വേരിയസ് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ആൻഡ് തേർഡ് വൺ ഇസ് എഡി കറന്റ് ഡാമ്പിംഗ്. ഇതിൽ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഇഫ് യു റിമെമ്പർ പെർഫെക്റ്റ്ലി, ഡ്യൂറിങ് ദ കമ്പാരിസൺ ഓഫ് 3 ഡിഫറെന്റ് മെത്തേഡ്സ്, ആ 3 മെത്തേഡ്സിനെ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? പെർമനന്റ് മാഗ്നറ്റ്സ് എവിടെ യൂസ് ചെയ്യുന്നോ അവിടെ എഡി കറന്റ് ഡാമ്പിംഗ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിൽ എഡി കറന്റ് ഡാമ്പിംഗ് എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലുമിനിയം ഫ്രെയിം ഇല്ലേ, ഈ അലുമിനിയം ഫ്രെയിം, സോ ഈ അലുമിനിയം ഫ്രെയിമിലാണ് എഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അലുമിനിയം ഫ്രെയിംസിൽ എഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കാരണം ഇതിൽ ഡാമ്പിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വിൽ ബി ഹാവിംഗ് സംതിങ് ലൈക്ക് ദിസ്. മൂവിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് എഫക്റ്റ്, അതായത് ലോറൻസ് പ്രിൻസിപ്പിൾ. കൺട്രോളിംഗ് സിസ്റ്റം, സ്പ്രിംഗ് കൺട്രോൾ, ഇവിടെ എന്താണ്? TC പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്രിംഗ് കൺട്രോൾ. ഡാമ്പിംഗ് സിസ്റ്റം, എഡി കറന്റ് ഡാമ്പിംഗ്. എഡി കറന്റ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അലുമിനിയം ഫ്രെയിം അല്ലെങ്കിൽ അലുമിനിയം ഫോർമറിലാണ് എഡി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ MC ഇൻസ്ട്രുമെന്റ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. MC, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എപ്പോഴും DC മെഷർമെന്റ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ DC മെഷർമെന്റിന് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് വിൽ മെഷർ ഓൺലി ദി ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. നമുക്ക് എന്തൊക്കെ ടൈപ്പ് വാല്യൂ ഉണ്ട്? ആവറേജ് ഉണ്ട്, RMS ഉണ്ട്, പീക്ക് വാല്യൂ ഉണ്ട്, അങ്ങനെ പല ടൈപ്പും ഉണ്ട്. ഇതിൽ ആവറേജ് വാല്യൂ മെഷർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് വാട്ട്? എ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. അഗെയിൻ ഇതിന്റെ സ്കെയിൽ എങ്ങനെയാണ്? ലീനിയർ ആൻഡ് യൂണിഫോം സ്കെയിൽ ആയി. ഓക്കെ, ഇനി ടോർക്കിന്റെ കേസ് നോക്കിയാലോ, TD is equal to B into I into N into A. Okay, and controlling torque is given by K into theta. And finally നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്ത് എന്ത് എഴുതാം? തീറ്റ പ്രപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈസ് പ്രപ്പോർഷണൽ ടു current.
സോ ഇത് എന്ത് ടൈപ്പ് റിലേഷൻ ആണ്? ഇറ്റ് ഇസ് എ ലീനിയർ റിലേഷൻ. ഇത് റിലേഷൻ ലീനിയർ ആയതുകൊണ്ടാണ് യൂണിഫോം സ്കെയില്. അപ്പൊ ലീനിയർ എന്ന് പറയുമ്പോഴത്തേക്കും തീറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയാണ്. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണല്ലോ ഫൈനലി നമ്മൾ കാണുന്നത്, അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഈ ഇൻസ്ട്രുമെന്റിന്റെ ഇൻപുട്ട് എന്തായിരുന്നു? കറണ്ട് ആണ് അതിന്റെ ഇൻപുട്ട് വന്നത് അല്ലെ. സോ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, എന്ത് ടൈപ്പ് റിലേഷൻ ആണ്, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, അതിനെ ബേസ് ചെയ്തായിരിക്കും സ്കെയില് എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം റിലേഷൻഷിപ്പ് ലീനിയർ ആണെങ്കിൽ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് തമ്മിലുള്ള റിലേഷൻ ആണ്? ഔട്ട്പുട്ടും ഇൻപുട്ടും. ഇവിടെ ഔട്ട്പുട്ട് എന്താണ്? ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ. ആ ഇൻസ്ട്രുമെന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലക്ഷൻ, റീഡിങ് അല്ലെ. റീഡിങ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഡിഫ്ലക്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. സോ തീറ്റയാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താണ്? ആ ഇൻസ്ട്രുമെന്റിന് ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്? കറണ്ട് ആണ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻ ലീനിയർ ആയതുകൊണ്ട് സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. സോ യു സീ ദിസ് വൺ, ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. നെക്സ്റ്റ് വി വിൽ സീ, ഇവിടെ ഞാൻ പറഞ്ഞു DC മെഷർമെന്റ് ആണ് ഇതിനു വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരു PMMC ഇൻസ്ട്രുമെന്റിൽ AC കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വിൽ സീ നെക്സ്റ്റ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത്രയും പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ സംശയമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ബാക്കിലോട്ട് അടിച്ചു നോക്കുക. ഓക്കെ, സോ വിൽ സീ ദ നെക്സ്റ്റ് ടോപ്പിക്. സോ ഈ വീഡിയോയിലത്തേക്കുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വിൽ ബി അപ്പിയറിംഗ് ഓൺ യുവർ screen. You can comment your answers in the YouTube comment section. Okay, the question is, a PMMC instrument measures, and your options are A, RMS value, B, average value, C, maximum value. So you can comment just the option A anangil A, B anangil B, C anangil C. Okay, so you are having a 10-second duration, so you can comment in your YouTube section. Okay, your time starts now. സോ കമന്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു PMMC ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി. സോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്, ഈ PMMC ഇൻസ്ട്രുമെന്റ് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പറഞ്ഞത് എന്തായിരുന്നു? DC മെഷർമെന്റിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ AC മെഷർമെന്റിൽ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സോ ആദ്യം DC-യുടെ കേസ് എടുക്കാം. DC മെഷർമെന്റിൽ നമ്മുടെ കയ്യിൽ ഒരു മീറ്റർ ഉണ്ട്. ഓക്കെ, മീറ്റർ ഉണ്ട്, അതിനൊരു പോയിന്റർ ഉണ്ട്, ഒരു സ്കെയിൽ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ പടത്തിൽ കാണിച്ച സർക്യൂട്ടിലുണ്ടല്ലോ 1 2. അപ്പൊ ഞാൻ ഇവിടെ ഏതോ ഒരു സർക്യൂട്ടിൽ ഉള്ള ആ ടെർമിനലിലോട്ട് ഞാൻ എൻ്റെ മീറ്റർ കണക്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഇതുവഴി കറണ്ട് വന്നു, I എന്ന് പറയുന്ന കറണ്ട് വന്നു. ഇതിനകത്തൂടെയൊക്കെ കറങ്ങി, ഏതിൽ കൂടെ കറങ്ങും? സ്പ്രിങ്ങിനകത്ത് കയറി, കോയിലിനകത്ത് കയറി, സ്പ്രിങ്ങിനകത്തൂടെ തിരിച്ചിറങ്ങി 2 എന്ന് പറയുന്ന ടെർമിനലിൽ കൂടെ പുറത്തു പോയി ആണല്ലോ. അപ്പം ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫോഴ്സ് ലോറൻസ് പ്രിൻസിപ്പിൾ വഴി എക്സ്പീരിയൻസ് ചെയ്യുന്നു, സ്പിൻഡിൽ കറങ്ങാൻ തുടങ്ങുന്നു. സ്പിൻഡിൽ കറങ്ങുന്നതിനോടുകൂടി സ്പ്രിങ്ങും കറങ്ങുന്നു. ആ സ്പിൻഡിൽ കറങ്ങുന്നതിന്റെ മൂവ്മെന്റ് കൊണ്ട് ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്തും കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്, പക്ഷേ മൂവിങ് സമയത്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഗ്രേറ്റർ ദാൻ കൺട്രോളിംഗ് ടോർക്ക് ആണ്. ഓക്കെ, മൂവിങ് സമയത്ത്. സോ മൂവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഉണ്ട്. ഏത് പൊസിഷൻ? ആ പൊസിഷനെ പറയുന്ന പേരാണ് എന്താ? സ്റ്റഡി സ്റ്റേറ്റ് അല്ലെ. സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനേക്കാൾ ഈക്വൽ ആയിട്ട് വരും അല്ലെ. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ ആണല്ലോ. സോ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്തു ഒരു 0 പൊസിഷനിൽ നിന്ന് 2 ആംപിയർ പൊസിഷനിൽ. ഓക്കെ, ഇതാണ് DC-യുടെ കേസിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു? തീറ്റ പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ലെ. തീറ്റ പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പൊ ഇപ്പം DC-യുടെ വേവ് ഫോം എങ്ങനെയാണ് നമ്മൾ നോർമലി വരയ്ക്കുന്നത്? DC-യുടെ വേവ് ഫോം, ഇത് ടൈം T, ഇത് കറണ്ട് I ആണെന്ന് വിചാരിക്കാം. DC വേവ് ഫോം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. 2 ആംപിയർ ആണെങ്കിൽ 2 ആംപിയർ ആയിട്ടുള്ള
ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡി സിയുടെ. അപ്പൊ ഇതിന് പോസിറ്റീവ് പൊളാരിറ്റി മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് പോസിറ്റീവ് ആണെന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി, എങ്ങനെ പോയാലും പോസിറ്റീവ്. സോ ഇവിടെ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഈ റിലേഷൻ പ്രകാരം എന്ത് തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ തീറ്റ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് പോയിന്റർ ഇരുന്നത് അല്ലേ. ഇപ്പം പോയിന്ററിന്റെ 0 പൊസിഷനിലാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ കറണ്ട് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ തീറ്റയും പോസിറ്റീവ് ആണ്, ഒരേ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. ഫോർവേഡ് കറണ്ട് പോസിറ്റീവ് ആകുമ്പോൾ തീറ്റ ഫോർവേഡ്, അപ്പൊ പോയിന്റർ മുന്നോട്ട് നീങ്ങും ആണല്ലോ. അതുകൊണ്ടാണ് ഡി സിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമ്മൾ എ സിയുടെ കേസ് എടുത്തെന്ന് വെച്ചോ. എ സിയിൽ നമുക്ക് വേവ് ഫോം എങ്ങനെയാണ്? എ സി ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം. ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് എ സൈൻ വേവ്. ഒരു സൈനുസോയിഡൽ വേവ് ഫോം ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എ സിയുടെ വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട്, 50 ഹെർട്സ്, സിംഗിൾ ഫേസ് ആണല്ലോ. 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ് വരുന്നതെങ്കിൽ ഇത് വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കറണ്ട് തന്നെ എടുക്കുക. കറണ്ട് ഐ, ഇത് ടി. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം? ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി അല്ലെ. അപ്പൊ ഇതാണ് ഐ എം എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ സൈൻ വേവ് ഒമേഗ ടി. അതായത് ടൈമിനനുസരിച്ച് ഇതിന്റെ വാല്യൂ വ്യത്യാസം വരുന്നു. അതാണ് ഇതിന്റെ ഇക്വേഷന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഐ എം സൈൻ ഒമേഗ ടി. അപ്പം ഒരു സൈനുസോയിഡൽ വേവ് ഫോമിന് എന്താണ്? ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് ആണല്ലോ. അപ്പം ഒരു 50 ഹെർട്സ് വേവ് ഫോം ആണെങ്കിൽ ഇത് ഫ്രീക്വൻസി ആണ് അല്ലെ. ഫ്രീക്വൻസി ആണ് എഫ് ഇസ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ടൈം എത്രയായിരിക്കും? ടൈമും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടൈം t is equal to 1 by f, that is 1 by 50 എന്ന് പറയുന്നത് എത്രയാണ്? 20 മില്ലിസെക്കൻഡ്. 20 മില്ലിസെക്കൻഡ്. അതായത് ഒരു സൈനുസോയിഡൽ വേവ് ഫോം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് 20 മില്ലിസെക്കൻഡ് മാത്രമാണ്. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയമല്ല, അതിനെക്കാട്ടി എത്രയോ കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ്, എഗെയിൻ ഞാൻ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തു. എൻ്റെ PMMC ഇൻസ്ട്രുമെന്റ്, പോയിന്റർ ഉണ്ട്, സ്കെയിലുണ്ട്. ഓക്കെ, പോയിന്റർ, ഇതെന്റെ സ്കെയിൽ. ഞാനൊരു AC സിസ്റ്റത്തിൽ ഞാനിവിടെ കണക്ട് ചെയ്തു. AC സിസ്റ്റത്തിൽ കണക്ട് ചെയ്തപ്പോഴത്തേക്കും എങ്ങനെയാണ്? ഇതിൽ കൂടെ കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു, ഇതിനകത്തൂടെ കയറി തിരിച്ച് കറണ്ട് ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ. ഞാൻ എന്താ പറഞ്ഞത്? കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അതായത് കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ മുന്നോട്ട്, അതായത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോയിന്റർ മുന്നോട്ട് നീങ്ങും. അപ്പൊ നമ്മുടെ ഇതിലുള്ള വേവ് ഫോം എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ലെ. ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. അപ്പൊ ഇതിന് ഞാന് 0 പൊസിഷൻ, ഇത് T1 എന്ന് പറയുന്നത്, ഇത് T2 എന്ന് പറയുന്ന പൊസിഷൻ. അപ്പൊ നമുക്ക് ഇതിനെ, ഈ വേവ് ഫോമിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 0 മുതൽ T1 വരെയുള്ളത് ഒരു ഡ്യൂറേഷൻ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. T1 മുതൽ T2 വരെയുള്ളത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ 0 to T1 പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇവിടെ എന്താണ്? കറണ്ട് പോസിറ്റീവ് ആണല്ലോ. സോ കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ആണല്ലോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് കറണ്ട് പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ പോസിറ്റീവ് ആണ്. അതായത് പോയിന്റർ എങ്ങോട്ട് മൂവ് ചെയ്യും? പോയിന്റർ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും.
അതായത് പോയിന്റർ ഇതാ ഇങ്ങനെയായി. ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഏതോ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഇത് 0 പൊസിഷൻ, ഇത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ എത്തി. ഏത് 0 to t1 സമയത്ത്, 0 to t1 സമയത്ത് ഇത് ഇങ്ങനെ എത്തി. ഓക്കെ, ഇനി അടുത്ത് t1 to t2 സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. t1 to t2 സമയത്ത് എന്താണിത്? ഇതൊരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അല്ലെ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണല്ലോ അല്ലെ? ഈ വേവ് ഫോമിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് നെഗറ്റീവ് ആണ്. കറണ്ട് നെഗറ്റീവ് ആണെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ? തീറ്റ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പോയിന്റർ ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് 0 to x വരെ എത്തി, 0 to t1 സമയത്ത്. അടുത്ത് ഇതെന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ നിന്ന പൊസിഷനിൽ നിന്ന് ഇത് പുറകിലോട്ട് പോകും. അതായത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് അത് തിരിച്ച് 0 പൊസിഷനിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഒരു വേവ് ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് സൈക്കിൾ കാണും, ഇങ്ങനെ പോകുന്നതായിരിക്കും അല്ലെ? അപ്പം ഒരു AC സപ്ലൈ നമ്മൾ ഒരു PMMC ഇൻസ്ട്രുമെന്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം പോയിന്റർ ഫോർവേഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും, എന്നിട്ട് അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. എഗെയിൻ ഫോർവേഡ്, എഗെയിൻ ബാക്ക്വേർഡ്, ഇങ്ങനെയല്ലേ മൂവ് ചെയ്യുന്നത്? അതായത് സംഭവിക്കുന്നത് എന്താണ്? പോയിന്റർ ഇങ്ങനെ, പോയിന്റർ ഫോർവേഡിലോട്ട് മൂവ് ചെയ്യുന്നു, ബാക്ക്വേർഡിലോട്ട് മൂവ് ചെയ്യുന്നു, ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ഇങ്ങനെ. അതായത് ഇതിന് ഒരാൾ കാണുമ്പോൾ ഇത് എന്തായിട്ടാണ് തോന്നുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലെ? സോ ഒരു പോയിന്റർ ഒരു PMMC ഇൻസ്ട്രുമെന്റില് AC സിഗ്നൽ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ പോയിന്റർ വിൽ ഓസിലേറ്റ്. പോയിന്റർ ഓസിലേറ്റ് ചെയ്യും. അതായത് ഒരു സൈക്കിൾ എടുക്കുമ്പോൾ തന്നെ പോസിറ്റീവിലോട്ട് പോകും, തിരിച്ച് നെഗറ്റീവിലോട്ട് പോകും. ഇനിയാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഓസിലേറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ളത് 50 ഹെർട്സ് വേവ് ഫോം ആണ്. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. അപ്പൊ 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്? 1/50 സെക്കൻഡ്സ്. അതായത് എത്രയാണ്? 20 മില്ലി സെക്കൻഡ്. 20 മില്ലി സെക്കൻഡ്. ഓക്കെ, അതായത് ഒരു 50 ഹെർട്സ് വേവ് ഫോം ആണ് ഞാൻ PMMC ഇൻസ്ട്രുമെന്റിൽ കൊടുക്കുന്നതെങ്കിൽ 20 മില്ലി സെക്കൻഡിനകത്ത് അത് മുമ്പോട്ട് നീങ്ങി അത് കഴിഞ്ഞ് പുറകിലോട്ട് വരും. അതായത് 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത 10 സെക്കൻഡിൽ അത് തിരിച്ച് 10 മില്ലി സെക്കൻഡ്, സെക്കൻഡ് അല്ല മില്ലി സെക്കൻഡ്, 10 മില്ലി സെക്കൻഡിൽ അത് തിരിച്ചു വരും. സോ ഒരു 50 ഹെർട്സ് വേവ് ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 20 മില്ലി സെക്കൻഡ് സമയത്തിനകത്ത് അത് മുൻപോട്ടും ബാക്കിലോട്ടും വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതും ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നതും? ഇല്ല, പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഐ, ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചു കാണും, ഒരു ഹ്യൂമൻ ഐ വിസിബിൾ ആയിട്ട് കാണണമെങ്കിൽ അതിന് മിനിമം 1/16th ഓഫ് എ സെക്കൻഡ്. 1/16th വാല്യൂ എത്രയാണ്? 1/16th എത്ര കിട്ടും? I think 25 മില്ലി സെക്കൻഡ് എന്തോ ആണ്. ഓക്കെ, സോ ലെറ്റ് മീ ചെക്ക് 1/16 എത്രയാണെന്നുള്ളത്. ഓക്കെ, 1/16. 1/16 എന്ന് പറയുന്നത് ഏകദേശം 62.5 മില്ലി സെക്കൻഡ്സ്. അതായത് 62.5 മില്ലി സെക്കൻഡ് എങ്കിലും മൂവ്മെന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ 62.5 മില്ലി സെക്കൻഡ് എങ്കിലും മിനിമം സമയം വേണം. അത്രയും പോലും ഇല്ലെങ്കിൽ നമുക്ക്
ഈ മൂവ്മെന്റ് കാണാൻ പറ്റത്തില്ല. പോയിന്റർ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതും ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നതും കാണാൻ പറ്റത്തില്ല. ഇവിടെ എന്താണ് 20 മില്ലി സെക്കൻഡേ ഉള്ളൂ. പക്ഷെ ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യ എന്താണ് കണ്ണ്, കൃഷ്ണമണിക്ക് അല്ലെങ്കിൽ കണ്ണിന് അത് കാണണമെങ്കിൽ, ആ മൂവ്മെന്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ മിനിമം 62.5 മില്ലി സെക്കൻഡ് അതിന് തമ്മിലുള്ള ഗ്യാപ്പ് വേണം. പക്ഷെ ഇവിടെ 20 മില്ലി സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 50 ഹെർട്സ് വേവ് ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റത്തില്ല. എപ്പോഴും അത് 0 പൊസിഷനിൽ തന്നെ ഇരിക്കുന്നതായിട്ടായിരിക്കും കാണുന്നത്. കാര്യം മനസ്സിലായോ? സോ 50 ഹെർട്സ് വേവ് ഫോം ആണെങ്കിൽ നമുക്ക് PMMCയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്താണ്? പോയിന്റർ റിമൈൻസ് അറ്റ് 0. റിമൈൻസ് അറ്റ് 0. സപ്പോസ് ഞാൻ പറയുകയാണ്, ഈ 50 ഹെർട്സിന് പകരമേ ഞാനൊരു 2 ഹെർട്സിന്റെ വേവ് ഫോം അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ 2 ഹെർട്സിന്റെ വേവ് ഫോം. 2 ഹെർട്സിന്റെ വേവ് ഫോം എന്ന് പറയുമ്പോൾ ടൈം എത്രയാണ്? 1/2, അതായത് 0.5 സെക്കൻഡ് ഉണ്ട് അല്ലേ? നമുക്ക് മിനിമം എത്ര? 62.5 മില്ലി സെക്കൻഡ് മതി. പക്ഷെ ഇവിടെ നമുക്ക് 0.5 സെക്കൻഡ്സ് മതി. ഈ കേസിൽ 2 ഹെർട്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോയിന്റർ 0 പൊസിഷനിൽ നിന്ന് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ പോകുന്നത് കാണാം. തിരിച്ച് എക്സ് എന്ന് പറയുന്ന വാല്യൂവിൽ തിരിച്ച് 0യിൽ വരുന്നത് കാണാം. തിരിച്ച് ഇത്, അതായത് പോയിന്റർ, ഇതൊരു പോയിന്റർ ആണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇങ്ങോട്ട് വരും. ഇത് 2 ഹെർട്സിന്റെ കേസ്. അതേസമയം 50 ഹെർട്സ് വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി റിമൈനിങ് ഇൻ 0 itself. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് PMMC ഇൻസ്ട്രുമെന്റ് ആവറേജ് വാല്യൂ മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. ആവറേജ് വാല്യൂ മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. ഓക്കെ, so this is what it happens when a PMMC instrument is applied with an AC signal. Okay, so this is it guys. ഞാൻ ഈ ആഴ്ചത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീക്കിൽ we will see the problems, ന്യൂമറിക്കൽസ്. ഓക്കെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വീക്കിലത്തെ PMMC ഇൻസ്ട്രുമെന്റും അതിന് അനുബന്ധമായിട്ട് വരുന്ന ടോപ്പിക്സുകളും. സോ ഈ ഒരു ഇത്രയും വരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിൽ ബി വെരി ഈസി മൂവിങ് ത്രൂ ദി നെക്സ്റ്റ് ടോപ്പിക്സ്. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, and stay safe and have a nice day. Thank you.